വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പല പ്ലാറ്റ്ഫോംസിലൂടെയാണ് നമ്മുടെ വ്യൂവേഴ്സ് വാച്ച് ചെയ്യുന്നത്. സോ ഇത് ടി വിയിലൂടെ കാണുന്ന ഹാർവസ്റ്റ് TV പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന വ്യക്തികളുണ്ട്, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാണുന്ന വ്യക്തികളുണ്ടായിരിക്കാം. അപ്പോൾ തന്നെ സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിലൂടെയും നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് ഇത് കേൾക്കാൻ സാധിക്കും. സോ അതിലൂടെ കേൾക്കുന്ന വ്യക്തികളെ ഞാൻ സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് ചില പുതിയ കാര്യങ്ങൾ, പുതിയ വെളിപ്പാടുകൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മെസ്സേജ് ഫ്രം ബ്രദർ ഡാമിൻ ഇസ് ഹൗ ഡിഡ് ദ ജെറിക്കോ വാൾസ് ഫോൾ? എരിഹോ മതിലുകൾ എങ്ങനെയാണ് വീണത്? അതിൻ്റെ ഒരു സ്റ്റഡിയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു കീ സ്പോൺസറുണ്ട്. ആ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊല്ലത്തിൽ നിന്നുള്ളൊരു സഹോദരനാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വെൽവിഷറിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തിൽ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവകൃപയാൽ ഈ വെൽവിഷർ മുൻപിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. കർത്താവ് അത് അത്ഭുതകരമായി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സഹോദരൻ നഷ്ടപ്പെട്ടു പോയ സകല പണവും തിരികെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് തിരികെ വരട്ടെ, അത് ഇരട്ടിയായി തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി ഈ കുടുംബത്തെ വീണ്ടും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിക്കട്ടെ, നാളെ ഞായറാഴ്ചയാണ്. നാളത്തെ സൺഡേ സർവീസിൽ, കർത്താവിൻ്റെ ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും സൺഡേ സർവീസ് ഉണ്ട്. കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ നാളെ 7:45 രാവിലെ 7:45 AM ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. അപ്പോൾ തന്നെ ഹിന്ദി സർവീസും മറ്റ് ഒരു ഹാളിൽ നടക്കുന്നു. അപ്പോൾ തന്നെ 9:45 AM ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടു മലയാളം ബൈലിംഗ്വലായിട്ടുള്ള സർവീസ് നടക്കുന്നു. അതിലേക്കും എല്ലാവർക്കും കടന്നു വരാം. അത് തന്നെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ട്. 9:45 സർവീസ് എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കടന്നു വരാം. അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തൊരു ബ്ലെസ്സിങ് സെൻറ്റർ ഇല്ലെങ്കിൽ തീർച്ചയായും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബ്ലെസ്സിങ് ടുഡേയുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്പോൾ തന്നെ ഹാർവസ്റ്റ് TVയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഓർപ്പിക്കട്ടെ, August 15 നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രേയർ ഡേ നടക്കുകയാണ്. സോ അതിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. അപ്പോൾ തന്നെ ഓഗസ്റ്റിൽ നമുക്ക് മാഞ്ചസ്റ്ററിലും ബർമിംഗ്ഹാമിലും ലണ്ടനിലുമായിട്ട് UK ചില അതിശക്തമായ മീറ്റിങ്സ് കർത്താവ് വെച്ചിട്ടുണ്ട്. അതിലേക്കും നമുക്ക് ഒരുമിച്ച് UK വ്യക്തികൾ കടന്നു വരിക. കർത്താവ് അത്ഭുതകരമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നു. ചേർന്നൊരു ആമേൻ പറഞ്ഞാലും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ ആഴ്ചയിലെ നമ്മുടെ അവസാനത്തെ ഒരു ഡേയിലെ മോർണിംഗ് ഗ്ലോറിയാണ്. ട്യൂൺ ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. മറ്റുള്ളവരോടുകൂടെ പറയുക, മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ മാത്രം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കതിൻ്റെ അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്തിടാം. കൂടാതെ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാം. ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, റാഡിക്കൽ ഫെയ്ത്ത്, അസാധാരണമായ വിശ്വാസത്തിൻ്റെ വീര്യത്തോടുകൂടെ ഈ തലമുറയിൽ നമുക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവരെ രക്ഷിക്കണം. സാധാരണ വിശ്വാസം പോരാ, അസാധാരണമായ വിശ്വാസം. അത് യേശുവിലുണ്ടായിരുന്നു, അപ്പസ്തോലന്മാരിലുണ്ടായിരുന്നു, ബൈബിളിലെ പല കഥാപാത്രങ്ങളിലുണ്ടായിരുന്നു. ചരിത്രത്തിൽ അനേകരിൽ അസാധാരണമായ വിശ്വാസം വ്യാപരിച്ചിരുന്നു. ഇത് സൗജന്യമായ കർത്താവ് തരും. എങ്കിലും അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. ഹൗ ഡിഡ് ജെറിക്കോ വാൾ ഫോൾ? എങ്ങനെയാണ് എരിഹോ മതിൽ വീണത്? ഹൗ ഡിഡ് ദ ജെറിക്കോ വാൾ ഫോൾ? എങ്ങനെയാണ് വീണേ? അറിയാവുന്നവരൊക്കെ ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ഇട്ട് തരാമോ? നിങ്ങൾ ആ ഭാഗം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവില്ല. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് എരിഹോ മതിൽ വീഴുന്ന കാര്യം എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണത് വീണത്? അത് തള്ളിയിട്ടതാണോ? ഇസ്രായേൽ മക്കൾ എരിഹോ മതിലിൻ്റെ വെളിയിലാണ്, അങ്ങോട്ട് കയറാൻ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. എരിഹോ നിവാസികൾ അതിൻ്റെ അകത്താണ്. അവിടെ പട്ടാളക്കാരുണ്ട്, ആർമിയുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ജനങ്ങളുണ്ട്. ഇത് തള്ളി താഴെ ഇട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഇത്
ഈ എരിഹോ മതിൽ ഒന്നുകിൽ വാതിൽ തുറന്നു കിട്ടണം, അതവർ തുറക്കില്ല. കാരണം യുദ്ധത്തിന് വേണ്ടി ഒരു ജനം വരികയാണ്. ഇത് കീഴടക്കിയെങ്കിൽ മാത്രമേ കനാൻ നാട്ടിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഞാനിവിടെ എരിഹോ മതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്നതിന്, നിങ്ങളുടെ ദർശനം സഫലമാകുന്നതിന്, നിങ്ങളൊരു വാഗ്ദത്തം പ്രാപിക്കുന്നതിന്, ഭാവിയിൽ മുന്നിലേക്ക് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന, ആകാശം മുട്ടെ നിൽക്കുന്ന കന്മതിൽ എന്താണ്? തടസ്സം എന്താണ്? ആ ബാരിയർ എന്താണ്? അതാണ് എരിഹോ മതിൽ. എന്നാൽ ബൈബിളിലെ എരിഹോ മതിൽ വീണ ചരിത്രം നമുക്കൊന്ന് നോക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. Joshua chapter 6 verse number 1 onwards. Now the gates of Jericho were securely barred because of the Israelites. No one went out and no one came in. Then the Lord said to Joshua, see, I have delivered Jericho into your hands, along with its kings and its fighting men. March around the city once with all the armed men. Do this for 6 days. Have 7 priests carry trumpets of ram's horns in front of the ark. On the 7th day, march around the city 7 times, with the priests blowing the trumpets. When you hear them sound a long blast on the trumpets, have the whole army give a loud shout. Then the wall of the city will collapse and the army will go up, everyone straight in. ഞാൻ ഡിഗ്രി വരെയൊക്കെ സയൻസ് പഠിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ചെറുപ്പത്തിലെ ചില ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴും ഒക്കെ ചിലരഭിപ്രായപ്പെട്ടത്, ഇവിടെ പറയുന്നതനുസരിച്ച് ഇവരെല്ലാവരും കൂടെ ചുറ്റും നിന്ന് ആദ്യത്തെ 6 ദിവസം ചുമ്മാ നടക്കുക, 7ാമത്തെ ദിവസം കാഹളം മുഴക്കും. നീട്ടി കാഹളം ഊതുമ്പോൾ ഇവർ ഷൗട്ട് ചെയ്യണം, ഉറക്കെ ആർപ്പ് വിളിക്കണം. ഈ ആർപ്പ് വിളിക്കുന്ന സമയത്താണ് ഇതെല്ലാം കൂടെ താഴേക്ക് വീണത്, ഈ എരിഹോ മതിൽ വീണത്. അപ്പോൾ ഒരു ശാസ്ത്രീയ പരിവേഷം കൊടുത്തുകൊണ്ട്, ശാസ്ത്രീയ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് റെസനൻസ് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇവർ ഭയങ്കരമായ ശബ്ദമുണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു റെസനൻസ് ഉണ്ടായി. എന്താ അതിനെ പറയുന്നത്? പ്രതിധ്വനിയോ, ഇതിൻ്റെ മാറ്റൊലി എന്നല്ല പറയുന്നത്, ഇതിൻ്റെ ശബ്ദം അടിച്ചിട്ട് അതിൻ്റെ റെസനൻസ് വരും. ട്യൂണിങ് ഫോർക്കൊക്കെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ റെസനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന അതിനിടയിൽ വരുന്ന ഒരു റെസനേഷൻ ഉണ്ട്. ആ ഒരു ശബ്ദത്തിലാണ് ഇത് താഴെ വീണത്. ചെറുപ്പത്തിൽ വായിച്ചതാണ്. ചിലർ ചിന്തിക്കും ഇതൊരു പീരങ്കിപ്പടയായിട്ട് ചെന്നിട്ട് പീരങ്കി കൊണ്ട് ഇടിച്ച് താഴെയിട്ടു, അല്ലെങ്കിൽ തള്ളി താഴെയിട്ടു, കല്ലുകളെടുത്ത് മാറ്റി. എങ്ങനെയാണ് എരിഹോ മതിൽ താഴെ വീണത്? അതിലേക്ക് നമുക്ക് വീണ്ടും റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനു മുൻപ് ഇതിലെ ചില സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം പറയുന്നത്, ദ ഗേറ്റ്സ് ഓഫ് ജെറിക്കോ വേർ സെക്യൂർലി ബാർഡ് ബിക്കോസ് ഓഫ് ദി ഇസ്രായേലൈറ്റ്സ്. ഇസ്രായേലിയർ അങ്ങോട്ട് വരികയാണ്. വരുന്നത് കുറേ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്, 10-40 വർഷമായി അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഒരു രാജ്യം, ഈജിപ്തിൽ നിന്ന് വലിയൊരു കൂട്ടം മനുഷ്യർ കനാൻ നാട് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവരിങ്ങനെ കറങ്ങി മരുഭൂമിയിൽ നടക്കുകയാണ്. കുറേ പേരൊക്കെ ചത്തൊടുങ്ങുന്നുണ്ട്. പിന്നെ അന്നത്തെ തലമുറയൊക്കെ ഏകദേശം ചത്തൊടുങ്ങി. അതുകൊണ്ട് ഇനി അവർ വരില്ലായിരിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ സൗണ്ട് കേൾക്കുന്നത്. ഇസ്രായേൽ ജനം എരിഹോ മതിലിന് നേരെ വരികയാണ്. അന്നത്തെ പുരാതന ലോകത്തിൽ വളരെ ഫോർട്ടിഫൈഡായി, അല്ലെങ്കിൽ കോട്ട കെട്ടി ഭദ്രമാക്കിയ അപൂർവം പട്ടണങ്ങളിൽ ഒന്ന്. പലരും അഭിപ്രായപ്പെടുന്നതനുസരിച്ച് എരിഹോ പട്ടണം, ജെറിക്കോ പട്ടണമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള, അപ്പോൾ തന്നെ സ്ട്രോങ് ആയി പണിയപ്പെട്ട ഒരു പട്ടണം എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും അവിടുത്തെ ജനം, ഇസ്രായേൽ ജനം വരുന്നു എന്ന് കേട്ടപ്പോൾ അവർക്കതിഭയങ്കരമായ ഭയമുണ്ടായി. എല്ലാ കോട്ടവാതിലുകളും അടച്ചു.
എരിഹോ മതിലിനുള്ളിൽ നിന്ന് ഒരാൾക്ക് പോലും പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. ഒരാൾക്ക് പോലും ക്രയവിക്രയത്തിനോ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി അകത്തേക്കും വരാൻ സാധ്യമല്ല. അതുപോലെ കോട്ടയ്ക്കുള്ളിൽ അവരിങ്ങനെ ജീവിക്കുകയാണ്. ദൈവം യോശുവോട് പറയാൻ, സി ഐ ഹാവ് ഡെലിവേർഡ് ജെറിക്കോ ഇൻ ടു യുവർ ഹാൻഡ്സ് അലോങ് വിത്ത് ഇറ്റ്സ് കിങ് ആൻഡ് ഇറ്റ്സ് ഫൈറ്റിംഗ് മെൻ. അവിടുത്തെ രാജാവ്, അവിടുത്തെ സൈന്യം എല്ലാവരും ഉൾപ്പെടെ ഈ യെരിഹോ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ദൈവം എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ദൈവം ആദ്യമേ തന്നെ ഒരു വാഗ്ദത്തം അങ്ങ് കൊടുക്കും. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ വാഗ്ദത്തം നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ യെരിഹോ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിനക്ക് ഈ പട്ടണത്തെ തന്നു കഴിഞ്ഞിരിക്കുന്നു, അത് നിൻ്റേതാണ്. ഇനി ആകെ ചെയ്യേണ്ടത് നീ പോയി അങ്ങ് എടുക്കുക, നീ അങ്ങ് പോയി അതിനെ പിടിച്ചെടുക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. 3-ാം വചനത്തിൽ മാർച്ച് അറൗണ്ട് ദ സിറ്റി വൺസ് വിത്ത് ഓൾ ദി ആംഡ് മെൻ. ഇനി എടുക്കേണ്ട മെത്തേഡ് കൂടെ പറയുന്നുണ്ട്. സ്റ്റെപ്പുകൾ കർത്താവ് തന്നെ കൊടുക്കുകയാണ്. God is giving Joshua a strategy to capture Jericho. യെരിഹോയെ പിടിക്കാൻ കർത്താവ് തന്നെ വഴി പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ആദ്യം ചെയ്യേണ്ടത്, ദിസ് ഇസ് എ സ്ട്രേഞ്ച് സ്ട്രാറ്റജി. ഇതിനു മുൻപ് ചരിത്രത്തിൽ ആരും അത് ചെയ്തിട്ടില്ല. അതിനുശേഷം പഴയ നിയമത്തിൽ എല്ലാ പുസ്തകവും വായിച്ചാലും മറ്റൊരു സ്ഥലത്തും ഇതേ സ്ട്രാറ്റജിയിൽ പോയി ഒരു പട്ടണത്തെയോ രാജ്യത്തെയോ കീഴ്പ്പെടുത്തിയിട്ടും ഇല്ല. കർത്താവ് പറഞ്ഞത്, മാർച്ച് അറൗണ്ട് ദ സിറ്റി വൺസ് വിത്ത് ഓൾ ദി ആംഡ് മെൻ. ഒറ്റ പ്രാവശ്യം സകല ആയുധധാരികളായ പടയാളികളുമായി നിങ്ങൾ ഒരു പ്രാവശ്യം സിറ്റി മുഴുവനും റൗണ്ട് ചെയ്യണം, അതിന് ചുറ്റും നടക്കണം. ഓക്കെ, ഡു ദിസ് ഫോർ 6 days. Day 1, Day 2, Day 3, Day 4, Day 5, Day 6. 6 ദിവസം നിങ്ങളിതിന് ചുറ്റും എല്ലാവിധ സൈന്യവുമായി നിങ്ങൾ ചുറ്റും നടക്കണം. Have 7 priests carry trumpets of ram's horns in front of the ark. കൂടാതെ 7 പുരോഹിതന്മാർ ആട്ടുകൊമ്പ് കൊണ്ടുള്ള കാഹളം, നമ്മളതിനെ ഷോഫാർ എന്നാണ് വിളിക്കുന്നത്, അതെടുത്തിട്ട് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ നടക്കണം, ഇൻ ഫ്രണ്ട് ഓഫ് ദി ആർക്ക്. അതിൻ്റെ അർത്ഥം ഇവരിങ്ങനെ മാർച്ച് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ പെട്ടകവും കയ്യിലുണ്ട്, ചുറ്റും നടക്കണം കാഹളവുമായി. ഓൺ ദ 7th day, ഈ 6 ദിവസവും നടക്കുമ്പോൾ എല്ലാവരും വളരെ ശാന്തരായി സൈലൻസിലാണ് നടക്കുന്നത്. ആരും ഒന്നും ശബ്ദിക്കുന്നില്ല, ഈ കാഹളവും മുഴക്കുന്നില്ല, കൈ പിടിച്ചോളാനേ പറഞ്ഞിട്ടുള്ളൂ. ഓൺ ദ 7th day, മാർച്ച് അറൗണ്ട് ദ സിറ്റി 7 times. എന്നാൽ 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. വിത്ത് ദ പ്രീസ്റ്റ് ബ്ലോയിങ് ദ ട്രംപറ്റ്സ്. ആ സമയത്ത് പുരോഹിതന്മാർ കാഹളം മുഴക്കണം. When you hear them sound a long blast on the trumpets, how the whole army give a loud shout. ഈ പുരോഹിതന്മാർ പല പ്രാവശ്യം ഇങ്ങനെ കാഹളം വിളിക്കും, പക്ഷേ നീട്ടി വിളിക്കണം. ഒരു പ്രത്യേക ട്യൂണിൽ ഈ ഷോഫാർ നീട്ടി വിളിക്കുന്ന സമയത്ത് എല്ലാ ആർമിയും ഉറക്കെ ചേർന്ന് ഭയങ്കരമായി ഉറക്കെ ആർപ്പ് വിളിക്കണം. Then the wall of the city will collapse. ആ സമയത്ത് ഈ മതിൽ താഴെ വീഴും. And the army will go up, everyone straight in. എല്ലാവരും നേരെ അതിലേക്ക് പ്രവേശിക്കുക, അതിനെ ക്യാപ്ചർ ചെയ്യുക. That's all. That's simple. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ ജനത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ 40 വർഷം യാത്ര ചെയ്ത് they are now at the threshold of fulfilling the promise. ദൈവിക വാഗ്ദത്തം നിറവേറുന്നതിൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇത്രയും വലിയൊരു വാൾ, ആ വാളിൻ്റെ സൈസൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഭാഗത്തൊന്ന് വായിച്ചു നോക്കാം. ഭയങ്കര ഉയരം, അതുപോലെ തന്നെ വീതി. ആ വീതിയുള്ള മതിലിൻ്റെ മുകളിൽ വീടുകളുണ്ട്. അത്രയ്ക്ക് വീതിയുള്ള
മതിൽ. നമ്മളൊക്കെ കെട്ടുന്നത് പോലെ ഒരു ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കെട്ടുന്ന പരിപാടിയല്ല ഇത്. വളരെ ചൈനീസ് വൻമതിൽ പോലെ വലിയ വീതിയുള്ള ഭയങ്കരമായ ഒരു മതിലാണത്. ആ മതിൽ ദൈവം പറയുന്നത് വീണോളും, നീ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇവരുടെ കയ്യിൽ പീരങ്കിയില്ല, ഇവരുടെ കയ്യിൽ ബോംബില്ല, ഇവരുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ല. കയ്യിലുള്ളത് വാളോ പരിചയമോ കുന്തമോ ഇതൊക്കെ മാത്രമേ അവരുടെ കയ്യിൽ കാണൂ. പക്ഷെ ഒരു സിറ്റിയെ പിടിക്കാൻ വേണ്ടി അവർ പോകുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണിത്. ആദ്യത്തേത് എനിക്ക് മനസ്സിലായത്, ഹോൾഡ് ഓൺ ടു ദ പ്രോമിസ്. വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. കാരണം ഐ ഹാവ് ഡെലിവേർഡ് ജെറിക്കോ ഇൻ ടു യുവർ ഹാൻഡ്സ്. ഈ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഇത് എവിടെ തുടങ്ങിയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിനോട് പല പല ഘട്ടങ്ങളിലായി നിന്റെ സന്തതി പരമ്പരകളെ ഞാൻ ഈ ഭൂമിയിൽ കനാൻ നാട്ടിൽ കൊണ്ടുവരും എന്ന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അബ്രഹാമിന് ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സമയത്ത് ദൈവം അബ്രഹാമിനോട് പറയാൻ, നിന്റെ തലമുറകൾ ഒരു സമയത്ത് 400 വർഷം ഒരു രാജ്യത്ത് ജീവിച്ച ശേഷം വലിയ ശക്തിയോടും അവിടെയുള്ള വലിയ സമ്പത്തോടും കൂടെ സമ്പന്നതയോടും കൂടെ അവർ പുറപ്പെട്ടു വരും. ഒരു രാജ്യം സ്ഥാപിച്ച് പണിയുവാനുള്ള സകലവിധ റിസോഴ്സസുമായി അവരിവിടേക്ക് തിരിച്ചു വരും. അപ്പോൾ പല തലമുറകളായി ആവർത്തിച്ച് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ ഒരു കൂമ്പാരം ഇവരുടെ കയ്യിലുണ്ട്. ഹോൾഡ് ഓൺ ടു ദ പ്രോമിസ്. ആദ്യത്തെ സ്ട്രാറ്റജി, മുമ്പിൽ ഒരു വലിയ തടസ്സം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിൽക്കുന്നുണ്ടെങ്കിൽ മുറുകെ പിടിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളെയുമാണ്. അതെല്ലാം ഓർക്കണം, അതിനെ മുറുകെ പിടിക്കണം. ഇതാണ് ആദ്യത്തേത്, ഉറച്ച് അതിന്മേൽ പിടിക്കണം. നമ്പർ 2 അവിടെ പറയുന്നത്, അതിനുശേഷം ഇവർ 6 ദിവസം ഓരോ പ്രാവശ്യം ഇത് ചുറ്റാനാണ് പറയുന്നത്, അല്ലേ? 6 ദിവസം ഓരോ പ്രാവശ്യം ഇതിനെ ചുറ്റുക. ഈ 6 ദിവസം ആവർത്തിച്ച് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ദ പവർ ഓഫ് റെപ്പറ്റീഷൻ. പല കാര്യങ്ങളും ആവർത്തിക്കുമ്പോൾ അതിന് ഒരു ശക്തിയുണ്ട്. ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആവർത്തിച്ച് സ്തുതിക്കുമ്പോൾ, ആവർത്തിച്ച് വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിന് ഒരു ശക്തി ഉണ്ട്. ദ പവർ ഇൻ റെപ്പറ്റീഷൻ. വേണമെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം, ക്ലെയിം ഇറ്റ് റിപ്പീറ്റഡ്ലി, കൺഫസ് ഇറ്റ് റിപ്പീറ്റഡ്ലി. ദൈവം തന്ന വാഗ്ദത്തത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 1984 മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ, ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകത്തിലല്ല, പല പല പുസ്തകങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരിടയ്ക്ക് ഞാനിതെല്ലാം കൂടി ടൈപ്പ് ചെയ്തു. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ചെയ്തു നിർത്തരുത്, 2-ാം ദിവസം പറഞ്ഞു നിർത്തരുത്, 3-ാം ദിവസം വാഗ്ദത്തത്തെ ക്ലെയിം ചെയ്ത് നിർത്തരുത്. പല പ്രാവശ്യം ഇവിടെ 6 ദിവസം, അത് 6 ആഴ്ചയാകാം, 6 മാസമാകാം, 60 മാസമാകാം. എത്രയായാലും വാഗ്ദത്തത്തെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ മേൽ നടകൊള്ളണം, അതിനെ കൺഫസ് ചെയ്യണം, അതുമായി നടക്കണം. ഇവരത് കൂടാതെ ഒരു പെട്ടകവുമായിട്ടാണ് നടന്നതെന്നവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പുരോഹിതന്മാർ 7 പുരോഹിതന്മാർ പെട്ടകത്തിന് മുമ്പിൽ കാഹളവുമായിട്ടാണ് നടക്കുന്നത്. വേറെ ഒരു പരിപാടിയില്ല. കാഹളം കൈ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ആരും സംസാരിക്കുന്നില്ല. ആദ്യത്തെ 6 ദിവസം സംസാരിക്കാൻ, വാതുറക്കാൻ അവർക്ക് അനുവാദമില്ല. എന്ന് വെച്ചാൽ നെഗറ്റീവ് ടോക്സിന് ഒരവസരം ഉണ്ടാകരുത്. എങ്ങാനും ജോഷ് അവരോട് പറഞ്ഞിരിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് പോവാ എന്ന് പറഞ്ഞാൽ, ആ പോകുന്ന വഴിക്ക് മോശ എന്ന് പറഞ്ഞതും പറയാത്തതും
പിന്നെ നമ്മുടെ കുറേ പേരൊക്കെ ചത്തുപോയി. എന്ത് ദൈവമായത്? ഈ മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടിയാണോ ദൈവം കൊണ്ടുവന്ന്? നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വെറുതെ അവിടെ മരിച്ചുപോയി, പിന്നെ നമ്മൾ മാത്രം ഇവിടെ വന്നപ്പോൾ ഇതാ കാണുന്നത്. ഇങ്ങനെയുള്ള സകലവിധ നെഗറ്റീവായ ടോക്സും അവിടെ ഉണ്ടായേനെ. ദൈവം യോശുവോട് പറഞ്ഞു, ഒരു ഒറ്റ എണ്ണം മിണ്ടി പോകരുത്, മിണ്ടാതെ നടക്കുക, റിപ്പീറ്റ് ചെയ്യുക. കാൽ വയ്ക്കുന്ന ദേശമൊക്കെ തരാമെന്ന് പണ്ട് അബ്രഹാമിനോട് പറയും, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം ഞാൻ തന്നേക്കാം. സോ ട്രെഡ് അപ്പോൺ ദ പ്രോമിസ്ഡ് ലാൻഡ്. എൻ്റെ ചുറ്റും നടക്കുക. ഓക്കെ, അതാണ് അവിടെ ആ പെട്ടകമാണ് ഇവർ ചുവന്നുകൊണ്ട് നടക്കുന്നത്. പെട്ടകം കാണിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കൂടിയാണ്. ദൈവ സാന്നിധ്യത്തിലേ ഇതെല്ലാം ചെയ്യാവൂ. ഹലോ ഹലോ ഹലോ, അന്ന് ലൈവ് ചാറ്റിലിട്ടെ. ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ, ജീവിക്കാവൂ. ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കാവൂ. ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ ചുറ്റി നടക്കാവൂ. ദൈവ സാന്നിധ്യത്തിലാണ് വാഗ്ദത്തങ്ങളെ നമ്മൾ വിളിച്ചു പറയേണ്ടത്. ഓക്കെ, ഇനി അവസാനമാണ് അവർക്കൊരു പെർമിഷൻ ഉള്ളത്. നീട്ടി കാഹളമൂതുമ്പോൾ ഷൗട്ട് വിക്ടറി ലൗഡ്. ഉറക്കെ ആർപ്പ് വിളിക്കണം, ഉറക്കെ ആർപ്പ് വിളിക്കണം. എൻ്റെ ഞാൻ മനസ്സിലാക്കിയ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ ആർപ്പ് വിളി ആക്ച്വലി ഇറ്റ് വാസ് എ ഷൗട്ട് ഓഫ് വിക്ടറി. ഇറ്റ് വാസ് നോട്ട് എ വാർ ക്രൈ. ഈ വാർ ക്രൈ കേട്ടിട്ടുണ്ടല്ലോ. വാർ ക്രൈ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുമ്പെടുന്ന സമയത്ത് ഇവിടെ നിന്ന് ചാർജ് ചെയ്യും. ഒരു വാർ ക്രൈ ഉണ്ട്, ഒരു വെല്ലുവിളി ശബ്ദത്തിൽ. നമ്മൾ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയൊക്കെ ആ കഥയിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വാർ ക്രൈ ഉണ്ടായി. അവൻ വിളിക്കും, നീ എന്നെ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വാർ ക്രൈ ഉണ്ട്. ഇത് വാർ ക്രൈ അല്ല, ദിസ് ഈസ് എ ഷൗട്ട് ഓഫ് വിക്ടറി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, ബട്ട് വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. ഓൾറെഡി ഇവർ വിക്ടേഴ്സാണ്. കാരണം എന്താണ്? ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ ദേശം അല്ലെങ്കിൽ യെരിഹോയെ ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കും. ഈസ് യുവേഴ്സ്, എടുത്തോ. ആരാ പറയുന്നത്? ഇതിൻ്റെ എല്ലാ അധികാരിയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഈ പോയങ്ങ് എടുത്താൽ മതി. അതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ചുറ്റും നടക്കുക 6 ദിവസം ഒരു പ്രാവശ്യം വീതം. 7ാമത്തെ ദിവസം 7 പുരോഹിതന്മാർ കാഹളം ഊതുക. നീട്ടി കാഹളം ഊതുന്ന സമയത്ത് ജനങ്ങൾ മുഴുവനും അവരുടെ ശ്വാസകോശത്തിൽ എത്ര പ്രാവശ്യം ശ്വാസം നിറക്കാമോ നിറച്ചുകൊണ്ട് ഉറക്കെ ആർപ്പ് വിളിക്കുമ്പോൾ യെരിഹോ മതിൽ താഴെ വീഴും. തള്ളാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഓരോ കല്ല് പറ്റുന്നത് പോലെ എടുത്തു മാറ്റുക പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഗൗണി വെച്ച് കയറിയ ശേഷം അവിടെ നിന്ന് തള്ളിയിടാൻ പറഞ്ഞു. നോ, ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. അതിലൊരു ദ്വാരമുണ്ടാക്കി കയറാൻ പറഞ്ഞു. ഇല്ല. ആ കോട്ട വാതിൽ ഇടിച്ചു പൊളിച്ച് അകത്തോട്ട് കയറാൻ പറഞ്ഞു. ഇല്ല. നിങ്ങളാകെ ചെയ്യേണ്ടത് ഞാൻ തന്ന വാഗ്ദത്തം വിശ്വസിച്ച് ചുറ്റും നടന്ന് അതിൽ ഒരു ജയഭേരി മുഴക്കുക, അതിലൊരു വലിയ ഘോഷം മുഴക്കുക, ആർപ്പ് വിളിക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോഴും ഒരു സംശയം, എന്നാലിത് എങ്ങനെയാ വീണത്? അതല്ലേ നമ്മൾ അറിയേണ്ടത്. ഇത് എങ്ങനെ വീണു? അതിൻ്റെ ഉത്തരം കിടക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായം 30-ാമത്തെ വചനം നോക്കി. By faith the walls of Jericho fell. Very simple. വിശ്വാസത്താൽ എരിഹോ മതിൽ വീണു. വാളില്ല, കുന്തമില്ല, പരിചയമില്ല, ബോംബില്ല, മിസൈലില്ല, ഡൈനമിറ്റ് ഇല്ല, ഇതൊന്നുമില്ല. വിശ്വാസത്താൽ. പറഞ്ഞേ, വിശ്വാസത്താൽ. റാഡിക്കൽ ഫെയ്ത്ത്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒച്ച വയ്ക്കുമ്പോൾ, ആർപ്പ് വിളിക്കുമ്പോൾ ഈ ഒരു മതിൽ വീഴുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും? അവർ പറയും, ഇവർക്ക് സംതിങ് സംഭവിച്ചിട്ടുണ്ട്. ഇത് വട്ടുപിടിച്ച കുറേ ജനങ്ങൾ വന്നിട്ട് ഇതിൻ്റെ ചുറ്റും നിന്ന് ഇങ്ങനെ ഭയങ്കരമായി ഒച്ച വെച്ചാൽ ഇതെങ്ങാലും വീഴുമോ? എത്ര വർഷമായി വളരെ സ്ട്രോങ് ആയി പണിത് വെച്ചിട്ടുള്ളത് എങ്ങനെ വീഴാൻ എന്ന് ജനം ചിന്തിക്കും. പക്ഷെ ഓർക്കണം, ദൈവത്തെ അസാധാരണമായ രീതിയിൽ വിശ്വസിക്കുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റി വെളിപ്പെടും. എർത്തിലി റെലമിനപ്പുറത്ത്, നാച്ചുറൽ റെലമിനപ്പുറത്ത്
ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറലായ ചില മിറക്കിൾസ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. എപ്പോഴാണെന്ന് അറിയാമോ? വെൻ യു ഹാവ് റാഡിക്കൽ ഫെയ്ത്ത്, അതിഭയങ്കരമായ വിശ്വാസം അകത്തുണ്ടെങ്കിൽ അത് സംഭവിക്കും. മോസ്റ്റ് പ്രോബബ്ലി അവിടെ നടന്നിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. ഒരു എർത്ത് ക്വാക്ക്, ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായിക്കാണും. ഒരു ഭൂകമ്പം. ആ ഭൂകമ്പത്തിൽ ആ മതില് എവിടെയാണ് പണിതിട്ടുള്ളത് അതേ സ്ഥലത്തേക്ക് മുഴുവൻ ഭൂമിയുടെ അടിയിലേക്ക് ഇരുന്നു പോയി. അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽക്കാലികൾ ഉൾപ്പെടെ സകലവുമായി അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏകദേശം ഒരു ലെവൽ ഗ്രൗണ്ടിലൂടെ നടക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ വടക്ക് ഭാഗത്തിൽ നോർത്തേൺ വാളിൻ്റെ ഒരു പീസ് മാത്രം വീണില്ല. കൃത്യമായി ആ എർത്ത് ക്വാക്ക് അല്ലെങ്കിൽ ഭൂകമ്പത്തെ കർത്താവ് ഡിസൈൻ ചെയ്തു. കാരണം അവിടെയാണ് രാഹാബിൻ്റെ വീടിരിക്കുന്നത്. അത് സ്പെയർ ചെയ്യാം, അതിനെ വീഴ്ത്തില്ലെന്ന് ദൈവം നേരത്തെ വാഗ്ദാനം കൊടുത്തിരുന്നു. അതിനനുസരിച്ച് അവിടെ സംഭവിച്ചു. ഇതിന് സിമിലറായി ഒരു സംഭവം അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് 22 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ആ പൗലൂസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗൃഹത്തിലിടുന്നു. കാരാഗൃഹത്തിൽ അവർ അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. എന്നിട്ട് അതിൻ്റെ അടിത്തറ വരെ കുലുങ്ങി അത് കൊളാപ്സ് ചെയ്ത് താഴെ വീണു. ആർക്കും ഒരു അപകടവുമില്ല. അന്ന് രാത്രി ഒരു സ്നാന ശുശ്രൂഷ നടന്നു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന തടവുള്ളികളിലും ഒത്തിരി പേര് വിശ്വസിച്ച് കാണും. എപ്പോഴാണ് ഈ കൈ രണ്ടും ചങ്ങലയിൽ കിടക്കുന്ന, കാലുകളും ചങ്ങലയിൽ കിടക്കുന്ന 2 അപ്പോസ്തലന്മാർ ഒരുമിച്ച് പാടി ആരാധിച്ച സമയത്ത് ഈ കാരാഗൃഹം മുഴുവൻ വീഴുന്ന ഒരു ഭൂമി കുലുക്കം അവിടെ ഉണ്ടാകണമെങ്കിൽ അവരോ അവരുടെ പാർട്ടിയിൽപ്പെട്ടവരോ എന്തെങ്കിലും മൈൻ പൊട്ടിച്ചതോ ബോംബ് വെച്ചതോ അല്ല. അവരുടെ ആർപ്പിന് അല്ലെങ്കിൽ അവരുടെ സ്തുതിക്ക്, അവരുടെ ആരാധനയ്ക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിങ്ങളെ സ്തുതിക്കുന്നതിന് ശക്തിയുണ്ട്. അപ്പോൾ യെരിഹോ മതിൽ എങ്ങനെയാണ് വീണത്? വിശ്വാസത്താൽ. നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം എങ്ങനെ വീഴും, താഴെ വീഴും? വിശ്വാസത്താൽ. നിങ്ങൾക്ക് മോർണിംഗ് ഗ്ലോറി അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വെക്കണം. എന്നിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഇതിട്ട് കൊടുക്കുക. ഒത്തിരി പേര് കർത്താവിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ അനുഭവിക്കട്ടെ, ആ വിശ്വാസത്തിലേക്ക് വരട്ടെ, റാഡിക്കൽ ഫെയ്ത്ത് ഉണ്ടാകട്ടെ. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും അങ്ങ് തൊടണമേ, വലിയ വിശ്വാസം കൊടുക്കണമേ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ നീട്ടി നിങ്ങൾക്ക് വേണ്ടത് സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്ലെസ് ദം ഫാദർ. ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിംഗ് ബുക്സ് കരസ്ഥമാക്കുക. ഈ ഓരോ ദിവസവുമുള്ള നമ്മുടെ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. 24/7 നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ചാനൽ വാച്ച് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നാളെ രാവിലെ 8 മണിക്ക് 10 മണിക്ക് ആരാധനയുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്ന് നേരിട്ട് ദൈവത്തെ ആരാധിക്കാം. ഓൺലൈൻ മാത്രം പോരാ, നേരിട്ട് വരാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു. തിങ്കളാഴ്ച രാവിലെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.